ഹായ് മക്കളെ, നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അതെന്താണ് ഇന്ന് നമുക്ക് നോക്കിയാലോ. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മ ജീവികളെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മണ്ണിന് നല്ല ഫലഭൂഷ്ടി കൂട്ടുന്നതിനെയാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അതായത് റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറുലം, അസോള എന്ന് പറയുന്ന സൂക്ഷ്മ ജീവികളെ ഉപയോഗിച്ച് അവരെ വളമായിട്ട് യൂസ് ചെയ്ത് എന്ത് ചെയ്തു, മണ്ണിന്റെ ജൈവാംശം കൂട്ടുന്നു അല്ലേ. അപ്പം ഈ മണ്ണിലെ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ എന്ത് ചെയ്യുന്നു, ഇവർ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് ഉള്ളത്? റൈസോബിയം, ഉദാഹരണങ്ങൾ ഓർക്കണേ. റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറുലം, അസോള. ഈ പേരുകൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറുലം. ഇനി നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ സോയിൽ അല്ലേ. നമ്മൾ മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം. രണ്ടാമതായിട്ടോ പ്രോപ്പർ ഇറിഗേഷൻ, നല്ല രീതിയിലുള്ള വെള്ളം അല്ലെ, മതിയായിട്ടുള്ള ജലസേചനം നമ്മൾ കൊടുക്കണം. കെമിക്കൽ ഫെർട്ടിലൈസർ, കെമിക്കൽ പെസ്റ്റിസൈഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് അല്ലേ. ഈ നമ്മൾ സൂക്ഷ്മ ജീവികളെയാണ് ഇടുന്നത്. ഈ പറയുന്ന ജീവാണുവളം ഉപയോഗിക്കുമ്പോൾ മറ്റ് കെമിക്കൽ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്, കീടനാശിനികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ പറയുന്ന സൂക്ഷ്മജീവികളൊക്കെ നശിപ്പിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് കാര്യമുണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് 2 മാർക്കിന് ചോദ്യം വരാവുന്നതാണ്. അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. ഇനി അടുത്തതായിട്ടോ, വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് അൺസയന്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഈ പ്രത്യാഘാത അശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഒന്ന്, മണ്ണിന്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടുന്നു, കമ്പോസിഷൻ ഓഫ് സോയിൽ. രണ്ടാമതായിട്ടോ മൈക്രോ ഓർഗാനിസം ഇൻ ദ സോയിൽ അല്ലെ, സൂക്ഷ്മ ജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. അടുത്തതായിട്ട് എന്താണ്? മണ്ണിലെ ജൈവ പദാർത്ഥങ്ങൾ ജീർണിക്കാതിരിക്കുന്നു അല്ലെ. അതായത് നമുക്കറിയാം ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ മണ്ണിൽ അടങ്ങിയിട്ടുള്ള ജൈവാംശം എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. മറ്റു പല രോഗാണുക്കൾ ഉണ്ടാകുന്നു. സോയിലിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നു അല്ലേ. ഇനിയോ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സും ഉണ്ട് പ്രശ്നങ്ങൾ. എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ മണ്ണിൻ്റെ സ്വാഭാവിക ഘടന നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ജൈവ രാസകീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ 2 മാർക്കിന് അതും പഠിച്ചു വെക്കുക, പോയിന്റ് ഔട്ട് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പം എക്സാമിന് ഉഷാറായിട്ട് തന്നെ പഠിക്കുക. ബൈ.